നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഹോസെ മൊറീഞ്ഞോക്ക് നേരെ അതിശക്തമായ പ്രതിഷേധങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മുൻ താരങ്ങൾ പറയുന്നത് നമ്മളിന്ന് രാവിലെ കണ്ടു. അതുപോലെ തന്നെ പല കോച്ചുമാർ, ചെൽസിയുടെ കോച്ച്, ലിവർപൂളിൻ്റെ കോച്ചൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടു. ഇപ്പോഴിതാ കൊമ്പനി അതിശക്തമായ ഭാഷയിൽ അദ്ദേഹം പറയുന്നു. വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇന്നിപ്പം ബയേണിൻ്റെ ഒരു പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച്, വിനിയെക്കുറിച്ചൊക്കെ പറഞ്ഞു. എന്നിട്ട് മൊറീഞ്ഞോയെക്കുറിച്ച് വളരെ നല്ല രൂപത്തിൽ അദ്ദേഹം വിമർശനം കെട്ടഴിച്ച് വിടുന്നുണ്ട്. ഇതിൻ്റെ കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ. റയൽ മാഡ്രിഡ് വേഴ്സസ് ബെൻഫിക്ക മത്സരത്തിൽ അർജൻറ്റീനക്കാരനായ ജിയാൻ ലൂക്ക ക്രിസ്റ്റിയാനി വംശീയ അധിക്ഷേപം നടത്തി വിനി ജൂനിയർക്കെതിരെ. പിന്നെ കളിക്ക് ശേഷം ഹോസെ മൊറീഞ്ഞോ വിനിയുടെ സെലിബ്രേഷൻ നന്നാക്കണമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനോട് കൂട്ടിക്കെട്ടി ഈ വംശീയ അധിക്ഷേപത്തെ, എന്തിൻ്റെ പേരിലാണെങ്കിലും വംശീയ അധിക്ഷേപം, അത് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ മൊറീഞ്ഞോയുടെ ആ വാക്കുകൾ ഒരു ഹ്യൂജ് മിസ്റ്റേക്കായിരുന്നു, അത് വളരെ വേഴ്സായ കാര്യമായിരുന്നു എന്ന് തന്നെ വിൻസെൻ്റ് കൊമ്പനി പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഇത് നമ്മൾ നോക്കുകയാണ്. ആദ്യം അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് കേൾക്കാം. And I think unless the player himself comes forward, it's a difficult case. And then for me, even worse, and I'm clear on what I say, is what happens after the game. So after the game, you have the leader of an organization, Jose Mourinho, who uses basically, who attacks the character of Vinicius Junior by bringing in the type of celebration to discredit what Vinicius is doing in this moment. And for me, in terms of leadership, it's a huge mistake. And it's something that we should not accept. I've met 100 people who worked with Jose Mourinho. I've never heard a person say anything bad about Jose. All the players who played with him, they love him. So I understand the person he is. I understand he's fighting for his team, he's fighting for his club, and he's made that decision. And you cannot be a bad person and have all the ex-players you've had talk so positively about you. So I know he's a good person. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഹോസെ ഒരു നല്ല വ്യക്തിയാണെന്ന് എനിക്കറിയാമെന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഈ അടുത്ത സ്റ്റെപ്പ് ഹ്യൂജ് മിസ്റ്റേക്കാണ് എന്നുകൂടി വിൻസെൻ്റ് കൊമ്പനി പറഞ്ഞു വെക്കുന്നു. വിശദമായിട്ട് പറയാം. വിൻസെൻ്റ് കൊമ്പനി 2-3 പാർട്ടുകളായിട്ടാണ് ഈ കാര്യം പറയുന്നത്. അതിൽ അദ്ദേഹം പറയുന്ന കാര്യം ഇങ്ങനെയാണ്. ഡിഫറെൻ്റ് കമ്പോണൻസ് ഈ സ്റ്റോറിയിലുണ്ട്. ദെൻ ആദ്യം കളിക്കളത്തിൽ എന്താണ് സംഭവിച്ചത്, സെക്കൻഡ് എന്താണ് ഫാൻസിനിടയിൽ സംഭവിച്ചത്, ദെൻ കളിക്ക് ശേഷം എന്താണ് സംഭവിച്ചത്. ഈ 3 കാര്യങ്ങൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. അതിൽ ആ 3ാമത്തെ കാര്യം പറയുന്നത് മാത്രമാണ് ഞാൻ കേൾപ്പിച്ചിട്ടുള്ളൂ. വലിയ വീഡിയോ ആണ്, അത് മുഴുവൻ ഇങ്ങനെ പ്ലേ ചെയ്ത് കേൾപ്പിക്കേണ്ട എന്നുള്ളതുകൊണ്ടാണ്. ഇതാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ. ദെൻ അദ്ദേഹം പറയുകയാണ്, നമ്മൾ ആ ഒരു ആക്ഷൻ, ആ ഒരു സംഭവം മാത്രം എടുത്ത് കാണുകയാണെങ്കിൽ വിനി റിയാക്ട് ചെയ്ത് നിങ്ങൾ കണ്ടില്ലേ, ഒരാൾക്ക് അയാളുടെ റിയാക്ഷൻ ഫേക്കായിട്ട് ഇടാൻ പറ്റില്ല. അതായത് ആ ഒരു ഇമോഷണൽ റിയാക്ഷൻ. എംബാപ്പെ നോർമലി വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് നിൽക്കുന്നയാളാണ്, പക്ഷെ വളരെ ക്ലിയർ ആണ്. എംബാപ്പെ അത് കണ്ടു, അത് കേട്ടു, അതുകൊണ്ടാണ് അദ്ദേഹവും അങ്ങനെ പ്രതികരിച്ചത്. ദെൻ ബെൻഫിക്ക പ്ലെയേഴ്സ്, ബെൻഫിക്ക പ്ലെയർ, അത് ക്രിസ്ത്യാനിയെക്കുറിച്ച് പറയുകയാണ്, അവൻ മുഖം പൊത്തി, തൻ്റെ ഷർട്ട് ഉപയോഗിച്ച് മുഖം പൊത്തിയാണ് പറഞ്ഞത്. സ്റ്റേഡിയത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ ആളുകൾ ഈ രൂപത്തിലുള്ള കുരങ്ങൻ സയൻസ് കാണിക്കുന്നത് നമ്മൾ കാണാൻ പറ്റും. അത് വീഡിയോയിൽ വളരെ കൃത്യമായിട്ടുണ്ടല്ലോ. ഇത്രയും പറഞ്ഞിട്ടാണ് പിന്നെ കളിക്ക് ശേഷം സംഭവിച്ച് നമ്മൾ കേൾപ്പിച്ച ഭാഗം പറയുന്നത്. അതിൽ അദ്ദേഹം യുസേബിയെക്കുറിച്ച് പറയുന്നതൊക്കെ ഞാനങ്ങ് സ്കിപ്പ് ചെയ്ത് കേൾപ്പിച്ചാണ്. എന്തായാലും അത് മുഴുവൻ നോക്കാം എന്താ അദ്ദേഹം പറഞ്ഞെന്നുള്ളത്. ഫോർ മീ എന്താണ് സംഭവിച്ചത് കളിക്ക് ശേഷം എന്നുള്ളത് ഈവൻ വേഴ്സാണ്. ഹോസെ മൊറീഞ്ഞോ ബേസിക്കലി വിനി ജൂനിയറുടെ ക്യാരക്ടറിനെയാണ് അവിടെ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ സെലിബ്രേഷൻ കൊണ്ടുവന്നുകൊണ്ട് അതിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. തീർച്ചയായിട്ടും അതൊരു ഹ്യൂജ് മിസ്റ്റേക്കാണ്. ഇൻ ടേംസ് ഓഫ് ലീഡർഷിപ്പ് മൊറീഞ്ഞോ ചെയ്തൊരു ഹ്യൂജ് മിസ്റ്റേക്കാണ്. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് മൊറീഞ്ഞോ പറയുന്നു, യൂസേബിയോയുടെ പേരെടുത്ത് മെൻഷൻ ചെയ്യുന്നു. ബെൻഫിക്കക്ക് അതുകൊണ്ട് തന്നെ ഒരിക്കലും റെസിസ്റ്റ് ആവാൻ പറ്റില്ല, അവരുടെ വലിയ കളിക്കാരൻ യൂസേബിയോ ആണെന്ന് അറിയാമോ, മൊറീഞ്ഞോക്ക് അറിയാമോ. 60കളിൽ ഓരോ താരങ്ങളും കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള താരങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ, ആ മത്സരങ്ങൾക്കൊക്കെ ഹോസെ മൊറീഞ്ഞോ കൂടെ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നോ. തീർച്ചയായിട്ടും എവേ മത്സരങ്ങളിൽ എന്താണ് സംഭവിച്ചതെന്നറിയാമോ. ഒരിക്കലും ഹോസയെക്കുറിച്ച് മോശമായിട്ട് ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പ്ലേയേഴ്സൊക്കെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നത് വരെ തന്നെയാണ്.
എനിക്കറിയാം ഡീപ് ഡൗൺ ഈസ് എ ഗുഡ് പേഴ്സൺ, പക്ഷേ അദ്ദേഹത്തെ ഞാനിവിടെ ജഡ്ജ് ചെയ്യുന്നില്ല. എന്നാൽ കേട്ടത് വളരെ കൃത്യമാണ്. എന്താണ് അദ്ദേഹം ചെയ്തത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ അദ്ദേഹം ഒരു ഹ്യൂജ് മിസ്റ്റേക്കാണ് ചെയ്തിരിക്കുന്നത്. ഹോപ്പ്ഫുള്ളി ഇതിന് വീണ്ടും ഭാവിയിൽ ആവർത്തിക്കില്ല എന്ന് തന്നെ ഞാൻ കരുതുന്നു. വി ക്യാൻ മൂവ് ഓൺ ടുഗെദർ എന്നാണ് കൊമ്പനി പറഞ്ഞത്. എത്ര മനോഹരമായിട്ട് സുന്ദരമായിട്ടാണ് അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ തന്നെ നിലപാട് അറിയിക്കുന്നത്. പെപ് ഗാർഡിയോളയും ഇന്ന് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞു, തീർച്ചയായിട്ടും ഒരിക്കലും നിങ്ങൾ എവിടെയാണ് ജനിച്ചത്, നിങ്ങളുടെ തൊലിയുടെ കളർ എന്താണ്, അത് നിങ്ങളെ ബെറ്റർ ആക്കുന്നോ അല്ലെങ്കിൽ വേഴ്സ് ആക്കുന്നോ ഒന്നും ചെയ്യുന്നില്ല. ഒരുപാട് വർക്ക് നമ്മൾ ഇനിയും ചെയ്യേണ്ടതുണ്ട്. ഈ സൊസൈറ്റിയിൽ, ഇത് ഫുട്ബോളിൽ മാത്രമല്ല, ഈ സൊസൈറ്റിയിൽ തന്നെ ചെയ്യാനുണ്ട്. റേസിസം എന്ന് പറഞ്ഞാൽ അത് എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റുന്നു. അപ്പോൾ നിങ്ങൾ ഒരു റേസിസം ഈ ഒരു കളറിൻ്റെ പേരിലോ സ്കിന്നിൻ്റെ പേരിലോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ കളറോ സ്കിന്നോ ഒക്കെ ബെറ്റർ ആണ് എന്ന് നിങ്ങൾ കരുതി അങ്ങനെ പെരുമാറുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ റേസിസം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതിൽ നിന്ന് മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട് എന്ന് പെപ് ഗാർഡിയോളയും പ്രതികരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.